condition for maximum flux. അപ്പം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, രണ്ട് രീതിയിൽ എഴുതാം. എൻ്റെ കേസ് പോലെ എഴുതിക്കോ. ഞാനൊരു നോട്ട് തരാം, ഞാൻ എഴുതിയിരിക്കുന്ന നോട്ട് തന്നെ തരാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ. ഓക്കെ, കണ്ടീഷൻ ഫോർ മാക്സിമം ഫ്ലക്സ് എന്ന് എഴുതുക. എന്നിട്ട് എഴുതുക എപ്പോഴാണ് ഫ്ലക്സ് മാക്സിമം ആവുന്നത് നോക്കിയോ. ഇഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ perpendicular to the surface or ഇങ്ങനെ രണ്ട് രീതിയിലും പഠിക്കാം. if the direction of electric field and direction of area vector are in same direction. അല്ലെങ്കിൽ if direction of are same എന്ന് കൊടുത്താൽ മതി. are same. അപ്പോൾ അതിനർത്ഥം എന്താ? നിങ്ങളൊന്ന് നോക്കിയേ. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് ഏരിയ ഒരു വെക്ടർ ക്വാണ്ടിറ്റി എന്നുള്ള കാര്യം പറഞ്ഞായിരുന്നോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ഏരിയ ഒരു വെക്ടർ ആണെന്ന് പറഞ്ഞായിരുന്നോ? അതെ സർ. ഓക്കെ, അപ്പോൾ നോക്കിയോ, ഞാനൊരു സർഫസ്, ഞാൻ ഇപ്പം ഒരു ഉദാഹരണം പറയാം. ഞാനൊരു ബുക്ക് എടുത്തിട്ട് ഞാൻ തന്നെ ഇങ്ങനെ വെക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നോക്കിയോ, ഞാൻ ഈ ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ വെക്കുകയാണ്. ബുക്ക് ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട ഇവിടെ ഒന്ന് ഇതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏരിയയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കായിരിക്കും, പെർപെൻഡിക്കുലർ. ഇതിങ്ങനെ ആയിരിക്കുന്നെങ്കിൽ ഏരിയയുടെ വെക്ടറിൻ്റെ ഡയറക്ഷൻ മുകളിലോട്ട്. മനസ്സിലായോ? അപ്പം ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ ഏരിയയുടെ ഡയറക്ഷൻ ഇങ്ങോട്ട്, ഇങ്ങനെ ഈ സർഫസ്, അതായത് ഈ ഏരിയയുടെ ഡയറക്ഷനാണ് പറയുന്നത് കേട്ടോ. ഈ ഏരിയയുടെ ഡയറക്ഷനാണ് പറയുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വെക്കുവാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് if the direction of area vector and direction of electric field lines ഇങ്ങോട്ട്, ഏരിയ വെക്ടറും ഇങ്ങോട്ടാണ്. അപ്പോൾ തീറ്റ എന്തായിരിക്കും? രണ്ട് നമ്മൾ പറഞ്ഞായിരുന്നു EDS cos θ എന്നാണ്. EDS cos θ എന്ന് പറയുമ്പോൾ എസിൻ്റെയും ഇയുടെയും ഇടയിലുള്ള ആംഗിളാണ് എന്താണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പം രണ്ടും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ ഇവിടുത്തെ തീറ്റ എന്താണ്? 0. അത് രണ്ട് രീതിയിൽ പറയാം. നോക്കിക്കോളൂ, രണ്ട് രീതിയിൽ പറയാം. അപ്പം ഞാൻ ആ പടം ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാൻ നോക്കിയോ. അപ്പം പടം തന്നെ ഇങ്ങനെ ആയിരിക്കുന്നത്. ഇതാണ് ഒരു 3 ഡയമെൻഷനായിട്ട് കൺസിഡർ ചെയ്യുക. ഇത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇപ്പം ഞാൻ കാണിച്ച പോലത്തെ ബുക്ക്. ഇതിൻ്റെ ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് നോക്കി? ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ ഏരിയ വെക്ടർ ഡയറക്ഷൻ. DSൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നോർമലായിട്ട് പാസ് ചെയ്യുന്നെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് തന്നെ ഇങ്ങനെയാണ് പാസ് ചെയ്യുന്നത് ഇല്ലേ? ഇങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുക. ഓക്കെ ആണല്ലോ? ഇങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുക, ഇങ്ങനെയാണ് പാസ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, ഇങ്ങനെയാണ് പാസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അപ്പം രണ്ടും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും ഇങ്ങോട്ടാണ്, DSൻ്റെ ഡയറക്ഷനും ഇങ്ങോട്ടാണ്. നമ്മുടെ ഫ്ലക്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? ഫൈ ഈസിക്കൽ ടു ഇ ഇൻ്റഗ്രൽ DS cos θ എന്ന്. അല്ലെങ്കിൽ സിംപ്ലി നമുക്ക് EDS cos θ എന്ന് എടുക്കാം ഇല്ലേ? അല്ലെങ്കിൽ ES cos θ എന്നോ എങ്ങനെ വേണം, ഫൈ ടോട്ടൽ എടുക്കാം. ഫൈ ഈസിക്കൽ ടു ES cos θ എന്ന് എടുക്കാം. ഓക്കെ, അപ്പം DS എന്ന് എടുക്കണ്ട, S എന്നങ്ങ് എടുത്താൽ മതി ഇല്ലേ? S എന്നങ്ങ് എടുത്താൽ മതി, കാരണം ചെറിയത് എടുക്കുമ്പോഴാണല്ലോ DS ആവുന്നത്. ഓക്കെ, രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ ഇവിടെ തീറ്റ എന്താ? തീറ്റ എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈ ഈസിക്കൽ എന്താ? ES cos 0 എന്ന് വരുന്നു. cos 0 എന്ന് പറഞ്ഞാൽ എന്താ? cos 0 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈ ഈസിക്കൽ എന്തെന്ന് എഴുതാം? ES എന്ന് എഴുതാം. അപ്പോൾ ഇത് മാക്സിമമാണ്.
ഓക്കെ ആണല്ലോ. ഇനി അതേപോലെ തന്നെ നമുക്ക് കണ്ടീഷൻ ഫോർ മിനിമം ഫ്ലക്സും ഉണ്ട്. കണ്ടീഷൻ ഫോർ മിനിമം ഫ്ലക്സ് കണ്ടീഷൻ ഫോർ മിനിമം ഫ്ലക്സ് ഉണ്ട്. മിനിമം ഫ്ലക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കിയോ അതെങ്ങനെയായിരിക്കും. ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ രണ്ട് രീതിയിലാണ് നമ്മൾ പറഞ്ഞത്. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ പെർപെൻഡിക്കുലർ ടു ദി സർഫസ് കണ്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കണ്ടോ പെർപെൻഡിക്കുലർ, ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വീഴുന്നത്. അങ്ങനെ വേണേലും പറയാം. ഞാൻ പക്ഷേ രണ്ടാമത്തെ പ്രിഫർ ചെയ്യത്തുള്ളൂ. രണ്ടാമത്തെ കൺസെപ്റ്റേ പ്രിഫർ ചെയ്യത്തുള്ളൂ. നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റും. ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഏരിയ വെക്ടർ ആർ സെയിം എന്ന് കൊടുത്താൽ മതി. ആർ ഇൻ സെയിം അല്ല, ആർ സെയിം. മനസ്സിലായോ? അഭിരാമിന് മനസ്സിലായോ? അഭിരാം, ഏഞ്ചലീന, അതേപോലെ തന്നെ ലോവിസ്, ഏബൽ. ഓക്കെ. അതേപോലെ തന്നെ കണ്ടീഷൻ ഫോർ മിനിമം ഫ്ലക്സ് എന്ന് പറയുമ്പോഴത്തേക്കും വേണ്ട അത് നമുക്ക് എങ്ങനെ എഴുതാം? രണ്ട് രീതിയിൽ എഴുതാം. ഇവിടെയും ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ പാരലൽ ടു ദ സർഫസ് or if the direction of electric field and area vector അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് ഏരിയ വെക്ടർ എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഡയറക്ഷൻ ഓഫ് ഏരിയ വെക്ടർ എന്താണ്? പെർപെൻഡിക്കുലർ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പം നമുക്ക് അതെങ്ങനെ വരയ്ക്കാം? ഞാനിങ്ങനെ ബുക്കിനെ ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ മുകളിലോട്ട്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ് പോകുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് തന്നെ ഇങ്ങനെയാണ് പോകുന്നത്. കണ്ടോ? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെയാണ് പോകുന്നത്. പാരലായിട്ട്, ആ സർഫസിന് പാരലായിട്ടാണ് പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. കണ്ടോ? അപ്പം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ എസിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്. അപ്പം ഇയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടും എസിൻ്റെ ഡയറക്ഷൻ ഇയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടും എസിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടുമാണെങ്കിൽ തീറ്റ എന്തായിരിക്കും? തീറ്റ 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതത്തില്ലയോ? അതായത് ഫ്ലക്സ് ഈസിക്കൽ ടു ഇ എസ് എന്താണ്? കോസ് 90 വരുന്നു. അങ്ങനെയാണെങ്കിൽ ഫ്ലക്സ് ഫൈ ഈസിക്കൽ ടു ഇ എസ് ഇൻറ്റു 0 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഫൈ ഈസിക്കൽ ടു എന്താ? 0 ആയിപ്പോൾ. ഇത് മിനിമം ഫ്ലക്സ് ആണ്. ഫൈ ഈസിക്കൽ ടു 0, അതായത് ഫൈ മിനിമം 0. ഇതാണ് കൺസെപ്റ്റ്. ക്ലിയർ ആണോ കുഞ്ഞുങ്ങളെ? യെസ് സർ. ഓക്കെ. അടുത്തത് ഹെഡിങ് എഴുതുക, ഗോസസ് തിയറം. നമുക്ക് ഈ ഗോസസ് തിയറം കൂടെ പഠിക്കാവുള്ളൂ. ഈ ചാപ്റ്റർ തീരുകയാണ്. ഇതിൻ്റെ 3 ഡെറിവേഷൻ ഉണ്ട് പഠിക്കാനായിട്ട്. 4 ഡെറിവേഷൻ. ഗോസസ് തിയറം. ഗോസസ് തിയറം പറയുന്നത് എന്താണെന്നറിയാമോ? ഒരു ചാർജ് അല്ലെങ്കിൽ ഒരു ചാർജിനെ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് ആ ചാർജിൻ്റെ 1/ε0 ടൈംസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഒരു ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ഇവിടെ ഒരു ചാർജ് എടുത്തു. ഇതൊരു ചാർജാണെന്ന് വിചാരിച്ചു. ഇതൊരു സ്പെറിക്കൽ ചാർജാണ്. ഒരു ബോൾ പോലെ, റബ്ബർ ബോൾ പോലെയാണ്. ഇതൊരു റബ്ബർ ബോളാണെന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഈ റബ്ബർ ബോളിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അത് എല്ലാ ഡയറക്ഷനിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ ഡയറക്ഷനിലേക്കും പോകുന്നുണ്ട്. അതായത് ഇപ്പം 2 ഇൻറ്റു ദ പ്ലെയിനും അകത്തോട്ടും വരുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ സൈഡിലോട്ടും വരുന്നുണ്ട്. എനിക്കിപ്പോൾ 2 ഡയമെൻഷനിലായിട്ട് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. 3 ഡയമെൻഷനിലായിട്ട് വരയ്ക്കാൻ ഞാനൊന്ന് നോക്കിക്കോളൂ. അതായത് ഇതിപ്പം ഇങ്ങനെ ഒരു ചാർജിൻ്റെ സ്പിയറാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ഇവിടുന്ന് ഇങ്ങോട്ട്, 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 ഇനി ഇവിടുന്ന് മുകളിലോട്ട്, ഇവിടുന്ന് മുകളിലോട്ട്, ഇവിടുന്ന് മുകളിലോട്ട്, ഇവിടുന്ന് മുകളിലോട്ട്, ഇവിടുന്ന് നമ്മളെ നോക്കി നമ്മുടെ ഇങ്ങോട്ട്, അതുപോലെ ഇവിടുന്ന് താഴോട്ട്, താഴോട്ട്, താഴോട്ട്. ഇതെല്ലാം എല്ലായിടത്തും ഇങ്ങനെ റബ്ബർ ബോളിൻ്റെ മണ്ടയ്ക്ക് സൂചി കുത്തി വെച്ചിരിക്കുന്ന പോലെ എന്താണ് എല്ലാ ഡയറക്ഷൻ. അതുപോലെ അപ്പുറത്തെ സൈഡിലും സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് 2 ഡയമെൻഷനായിട്ട് വരയ്ക്കാൻ തന്നെ ഇങ്ങനെ പറ്റുള്ളൂ. ഇതൊരു സ്ഫെറിക്കൽ ചാർജ് 2 ഡയമെൻഷനായിട്ട് വരയ്ക്കണത് ഇങ്ങനെ നടക്കുകയുള്ളൂ. മനസ്സിലായോ? അപ്പം ഇതിൻ്റെ വെളിയിൽ ഞാൻ ഒരു സ്പെരിക്കൽ, ഈ റബ്ബർ ബോൾ പോലെ തന്നെ ഇരിക്കുന്ന ഒരു സ്പെരിക്കൽ സർഫസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സർഫസിൽ കൂടെ പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇതായിരിക്കുമല്ലോ. അതിൻ്റെ ടോട്ടലിനെയാണല്ലോ, ഒരു സർഫസിൽ കൂടെ പോകുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെയാണ് നമ്മൾ ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്ലക്സ്, അതായത് ഈ വെളിയിൽ കൂടെ ഈ പോകുന്ന ഇമാജിനറി സർഫസിൽ കൂടെ കടന്നു പോകുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് ഈ എൻക്ലോസ് ചെയ്തിരിക്കുന്നത്, ഇത് ചിലപ്പം കുറേ ചാർജ് ഇതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ ഇരിപ്പുണ്ടായിരിക്കും. ഈ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ചാർജിൻ്റെ 1/ε0 ടൈംസ് ആവുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് സ്റ്റേറ്റ്മെൻ്റായിട്ട് നിങ്ങൾക്ക് എഴുതാം. ഇങ്ങനെ എഴുതാം, നോക്കിക്കോളൂ, ഇങ്ങനെ എഴുതാം, നോക്കിക്കോളൂ, ഇങ്ങനെ എഴുതാം. It states that the net electric flux over a closed surface is 1/ε0 times the net charge enclosed by the surface എന്നായി. ഓക്കെ ആണല്ലോ. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഈസ് 1/ε0 ടൈംസ് ദ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ് എന്നായിരിക്കും. അതായത് ഒരു ചാർജ് എൻക്ലോസ് ചെയ്തിരിക്കുന്ന സർഫസിൽ കൂടെ പോകുന്ന ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് ആ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ചാർജിൻ്റെ 1/ε0 ടൈംസ് ആയിരിക്കും. അതായത് ഫൈ ടോട്ടൽ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും എന്നറിയോ? 1/ε0 ഇൻറ്റു ആ ചാർജിൻ്റെ നെറ്റ് ചാർജിൻ്റെ 1/ε0 ടൈംസ് ആയിരിക്കും. അപ്പം ഇത് ഇങ്ങനെ കിട്ടാൻ വേണ്ടി ഒരു പ്രൂഫുണ്ട്. അതൊരു തിയറമാണ്, അത് അതിൻ്റെ ഒരു ഡെറിവേഷനാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അതിൻ്റെ പ്രൂഫൊക്കെ ശ്രദ്ധിച്ചോണം. ഇനി മുതൽ 3 ഡയമെൻഷനായിട്ട് പറഞ്ഞ സംഭവങ്ങൾ മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രൂഫിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? ഞാനൊരു സിംഗിൾ ചാർജ് കൺസിഡർ ചെയ്യണം. അപ്പോൾ സിംഗിൾ ചാർജിൻ്റെ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കണമെങ്കിൽ അതിന് വെളിയിൽ, ചാർജ് ഒരു സ്പെറിക്കൽ ആയതുകൊണ്ട് അതിന് വെളിയിൽ ഞാൻ എന്ത് ചെയ്യണം? ആ സ്പെരിക്കലായിട്ടുള്ള ഒരു വലിയ ഫുട്ബോൾ പോലെയുള്ള ഒരു ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്യണം, അല്ലേ? ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്യണം. ഇതിനെ നമ്മൾ ഗോഷ്യൻ സർഫസ് എന്നാണ് പറയുന്നത്. ഗോഷ്യൻ സർഫസ്. ഓക്കെ, അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഫിസിക്സിൽ ഒരിക്കലും ടോട്ടൽ ഒരുമിച്ച് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ആ ഫുട്ബോളിൻ്റെ, ഇതൊരു ഫുട്ബോളാണ്, ഇതൊരു അകത്തൊരു റബ്ബർ ബോളാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഈ എല്ലാ ഡയറക്ഷനിലോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നുണ്ട്. എല്ലാ ഡയറക്ഷനിലോട്ടും പോകുന്നുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ ആണല്ലോ? ഇങ്ങനെ പോകുന്നുണ്ടെന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പം ഈ സർഫസിലുള്ള ടോട്ടൽ ഫ്ലക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതാണ് 1/ε0 ഇൻറ്റു Q എന്ന് അവർ പറഞ്ഞത്. എനിവേ നമുക്കതൊന്ന് കൺഫേം ചെയ്യാം. നമുക്ക് അത് അങ്ങനെയാണോ വരുന്നതെന്നുള്ള കാര്യം കൺഫേം ചെയ്യാം. അതിനായിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? ഞാൻ ഈ സർഫസിൽ ഒരു ചെറിയൊരു ഏരിയ DS എന്ന് പറയുന്ന ഏരിയ കൺസിഡർ ചെയ്തു. എന്നിട്ട് അതിലൂടെ കുറേ ഫ്ലക്സ് കടന്നു പോകുന്നുണ്ടല്ലോ. ഈ ഫ്ലക്സ്, ഈ ഫീൽഡ് ലൈൻസ് എല്ലാം അതിലൂടെയാണ് കടന്നു പോകുന്നത്. കണ്ടോ? ഇങ്ങനെ കടന്നു പോകുന്ന എല്ലാം അതിലൂടെയാണ്. അപ്പം ഞാൻ അതിലൂടെ കടന്നു പോകുന്ന ഫ്ലക്സിനെ സ്മോൾ ആയിട്ട്, അപ്പം നമ്മൾ ഇങ്ങനെ എടുക്കുന്നു. കൺസിഡർ എ പോയിന്റ് ചാർജ്. കൺസിഡർ എ പോയിന്റ് ചാർജ് Q പ്ലസ് Q എന്നങ്ങ് എടുക്കാം. ഈസ് ഓക്കെ, പോയിന്റ് ചാർജ് പ്ലസ് Q ഒരു സെക്കൻഡ്, പേജ് നിർത്തി എടുത്തിട്ട്.
പടം ഒന്നുകൂടെ ഒന്ന് പടം നിങ്ങൾ വരച്ചല്ലോ കുഞ്ഞുങ്ങളെ. ഹലോ കുഞ്ഞുങ്ങളെ, പടം വരച്ചായിരുന്നോ എല്ലാവരും? ഓക്കെ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ വെളിയിലുള്ള ഈ ഗോഷ്യൻ സർഫസിൽ ഞാൻ ചെറിയൊരു ഏരിയ കൺസിഡർ ചെയ്യുകയാണ് ഡി എസ്. അപ്പോൾ ആ ഡി എസ് എന്ന് പറഞ്ഞ ഏരിയയിൽ കൂടെ കുറേ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണെന്നറിയോ? ഈ ചെറിയ ഈ ഏരിയ കൂടെ കടന്നു പോകുന്ന ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിച്ചിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഫ്ലക്സ് കിട്ടും അല്ലേ? അപ്പോൾ അതിനായിട്ട് ആ എഴുതേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. കൺസിഡർ എ പോയിൻ്റ്, കൺസിഡർ എ പോയിൻ്റ് ചാർജ് Q plus Q. Also consider an imaginary surface, spherical surface എന്ന് കൊടുത്തേരെ. spherical surface around the charge. Let small r be the radius of Gaussian surface. ഓക്കെ ആണല്ലോ. ഇനി ഒരു കാര്യം കൂടെ കൺസിഡർ ചെയ്യാണ്. കൺസിഡർ എ സ്മോൾ അല്ലെങ്കിൽ വേണ്ട ലെറ്റ് എന്നങ്ങ് എഴുതുക. എല്ലാം കൺസിഡർ എന്ന് എഴുതണ്ട. ലെറ്റ് ഡി എസ് ബി എ സ്മോൾ ഏരിയ ഓൺ ദ Gaussian surface. Gaussian surface. E be the electric field intensity. ഇതൊക്കെ നിങ്ങളുടെ സ്വന്തം ഇതിൽ എഴുതാൻ കേട്ടോ. ഇന്റൻസിറ്റി at any point on the surface. ഇത്രയൊന്നും എഴുതണ്ട കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എഴുതിയാൽ മതി. ശരിക്കും ഞാൻ ഇനി ഇത് കഴിഞ്ഞ് എഴുതാൻ പോകുന്നതാണ് മെയിൻ. അപ്പം നമുക്ക് മനസ്സിലായി. ലെറ്റ് ഡി എസ് ബി ദ സ്മോൾ ഏരിയ ഓൺ ദ Gaussian സർഫസ്. ഈ ബി ദി ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എനി പോയിന്റ് ഓൺ ദി സർഫസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? therefore ഫ്ലക്സ് വിൽ ബി എന്തായിരിക്കും? വിൽ ബി ഡി ഫൈ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ഡി ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡി എസ് കോസ് തീറ്റ എന്ന് എഴുതാം. നമുക്കറിയാം, ഇവിടെ നോക്കി, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും ഇങ്ങോട്ടാണ്, ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷനും ഡി എസിൻ്റെ ഡയറക്ഷനും ഇങ്ങോട്ടാണ്. അപ്പോൾ തീറ്റ 0 ആണ്. അപ്പോൾ അതുകൊണ്ട് തീറ്റ 0 ആണെങ്കിൽ കോസ് 0 എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? 1 ആണ്. അപ്പോൾ ഇവിടെ തീറ്റ 0 ആണ്, കോസ് 0 1 എന്ന് കൊടുക്കാം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഡി ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡി എസ് ഇൻറ്റു 1 എന്ന് വരുന്നു. അപ്പോൾ ഡി ഫൈ ഈസ് ഈക്വൽ ടു എന്താണ്? ഇ ഡോട്ട് ഡി എസ്. നമുക്കറിയാം small to find total flux we need to integrate above equation. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റഗ്രൽ ഡി ഫൈ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കൊടുക്കാം? ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് കൊടുക്കാം. ഇൻ്റഗ്രൽ ഡി ഫൈ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, ഡി ഫൈനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈ ടോട്ടലാണ് വരുന്നത്. ഫൈ ടോട്ടൽ ഈസ് ഈക്വൽ ടു ഇ പുറത്തിറക്കി ഇൻ്റഗ്രൽ ഡി എസ് എന്ന് വരുന്നു. ഓക്കെ, ഞാൻ അഭിരാമിനോടാണ് ചോദിക്കുന്നത്. അഭിരാമെ, ഡി എസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? അഭിരാം കേൾക്കാമോ?
അഭിരാം ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. ഓക്കെ. ഡി എസിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് എന്ത് കിട്ടും? കേട്ടില്ല അഭിരാമേ, പറഞ്ഞെന്തോ വിട്ടാ കേട്ടെ. പറഞ്ഞോളൂ. റേഞ്ച് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നല്ലേ. ടോട്ടൽ ഏരിയ ഓഫ് ദി സർഫസ്. ടോട്ടൽ ഏരിയ ഓഫ് ദി സർഫസ്. വെരി ഗുഡ്. അപ്പോൾ കാരണം ഈ ചെറിയ ചെറിയ ഡി എസ്, ഇത് വേറൊരു ഡി എസ് ആണ്, 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 ഇത് വേറൊരു ഡി എസ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡി എസിൽ കൂടെ പോകുന്ന ഫ്ലക്സ് കണ്ടുപിടിച്ചിട്ട് അത് കൂട്ടി 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 വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ടോട്ടൽ എല്ലാ സർഫസിലുള്ള ടോട്ടൽ ഫ്ലക്സ് കിട്ടത്തില്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഫൈ ടോട്ടൽ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഏരിയ ഓഫ് ദ സർഫസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? ഏരിയ ഓഫ് ദി സർഫസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തെന്ന് കിട്ടും? 4πr² എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ, അതായത് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡി എസ് ഈസിക്കൽ എന്താ? ടോട്ടൽ ഏരിയ ഓഫ് ദ സർഫസ് ആണ്. ടോട്ടൽ ഏരിയ ഓഫ് ദ ഗോഷ്യൻ സർഫസ് ആണ്. ഗോഷ്യൻ സർഫസ് ആണ് എഴുതിയിട്ടേക്കണം ആവശ്യമുണ്ടെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത ഫൈ ടോട്ടൽ ഈസിക്കൽ നമുക്ക് എന്ത് എഴുതാം? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, 1/4πε0 Q ഡിവൈഡഡ് ബൈ r² ആയിരുന്നു. ഇൻറ്റു ഓൾറെഡി 4πr² കൊടുത്തു. നമുക്കറിയാം ഈ 4π കട്ട് ചെയ്ത് പോയി, r² കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി ഫൈ ടോട്ടൽ ഈസിക്കൽ എന്തെന്ന് വരും? 1/ε0 ഇൻറ്റു Q. ഇതല്ലായിരുന്നോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? ആണോ അഭിരാമേ? ആണോ അഭിരാം? യെസ് സർ. ഓക്കെ. അപ്പോൾ ഇത്ര എഴുതിയെടുത്തേ. എഴുതിയെടുത്തില്ലെങ്കിൽ പറയണേ, എവിടെയെങ്കിലും എഴുതിയെടുക്കാനുണ്ടെങ്കിൽ പറയാം. എഴുതിയോ കുഞ്ഞുങ്ങൾ? എഴുതിയോ?
ഓക്കെ അല്ലേ? ഏബൽ ലോവിസ്, യെസ് സർ. യെസ് സർ. ഏഞ്ചലീന ഒക്കെ ഓക്കെ ആണോ? യെസ് സർ. ഓക്കെ. അപ്പോൾ നോക്കിക്കോളൂ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇനി ഈ ഗോസസ് തിയറത്തിൻ്റെ 3 ആപ്ലിക്കേഷൻ പഠിക്കാനുണ്ട്. അപ്പോൾ ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി 2 എണ്ണം ബോണസാണ്. അപ്പോൾ നമുക്ക് ഇന്ന് എത്രയും പഠിക്കാൻ പറ്റുമെന്ന് നോക്കാം, അത്രയും പഠിപ്പിക്കാം. മിക്കവാറും 3 എണ്ണം തീർക്കാൻ പറ്റുമായിരിക്കുമെന്ന് തോന്നുന്നു. എനിവേ ഏറ്റവും ചെറുതാക്കി തരാം നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു 3 കാര്യങ്ങളെ പറ്റി ഒന്ന് എഴുതാനുണ്ട്. മൂന്ന് കാര്യങ്ങളെ പറ്റി എഴുതാനുണ്ട്. ഒന്ന്, ലീനിയർ ചാർജ് ഡെൻസിറ്റി. ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് കൊടുത്തേ, ലീനിയർ ചാർജ് ഡെൻസിറ്റി. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടക്ടറിൻ്റെ ചാർജ് ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു കൺസെപ്റ്റാണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി. ഇപ്പോൾ ഇതൊരു എൽ ലെങ്തിലുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടക്ടർ എന്ന് വിചാരിച്ചു. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് L ആണെന്ന് വിചാരിച്ചു. ഓക്കെ, ഇതിൻ്റെ ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ലീനിയർ ചാർജ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു, ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ ആണ്. ലാംഡ ഈസ് ഈക്വൽ ടു എന്താണെന്നറിയാമോ? ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാംഡ ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ എന്തെന്ന് എടുക്കാം? L എന്ന് എടുക്കാം. അവിടുന്ന് ക്യൂ ഈസ് ഈക്വൽ ടു ലാംഡ L എന്ന് വേണമെങ്കിലും എടുക്കാം. രണ്ടും ബോക്സിനകത്താക്കി ഇട്ട് വെച്ചേക്കാം. ഓക്കെ, അടുത്തത് സർഫസ് ചാർജ് ഡെൻസിറ്റി. സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരു ചാർജിൽ കണ്ടക്റ്റിംഗ് സ്പിയർ അതിൻ്റെ സർഫസിലെല്ലാം ചാർജാണ്, പ്ലസ് ക്യൂ ചാർജാണ്. അപ്പം ഇതിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി എത്രയാണ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇക്വേഷനാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഈസ് ഈക്വൽ ടു ചാർജ് പെർ യൂണിറ്റ് ഏരിയയാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്തെന്ന് എഴുതാം? സിഗ്മ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എ എന്ന് എഴുതാം. അവിടെ നിന്ന് ക്യൂ ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? ക്യൂ ഈസ് ഈക്വൽ ടു സിഗ്മ എ എന്ന് എഴുതാം. ഈ എ എന്ന് പറയുമ്പോൾ ആരുടെ എ? ഈ കണ്ടക്റ്റിംഗ് സ്പിയറിൻ്റെ ഏരിയ ആണ്. ഈ കണ്ടക്റ്റിംഗ് സ്പിയറിൻ്റെ ഏരിയയാണ് ഇതിൻ്റെ എ എന്ന് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ വോളിയം ചാർജ് ഡെൻസിറ്റി ഉണ്ട്. നമുക്കിവിടെ പഠിക്കാനൊന്നുമില്ല, പിന്നെ ന്യൂമറിക്കൽ എവിടെയെങ്കിലും ചോദിച്ചാൽ അറിയാൻ വേണ്ടി അതും കൂടെ പറയുകയാണ്. വോളിയം ചാർജ് ഡെൻസിറ്റി. വോളിയം ചാർജ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ റോ ആണ്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ മാത്രം എഴുതാം. അതായത് ഒരു കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കണ്ടക്ടറിൻ്റെ ഉള്ളിൽ കുറേ ചാർജുകളുണ്ടെന്ന് വിചാരിച്ചോ, പ്ലസ് ക്യൂ ചാർജ് ഉണ്ടെന്ന് വിചാരിച്ചോ. അങ്ങനെയാണ് ഇതിൻ്റെ വോളിയം ചാർജ് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി റോ ആണ്, അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ റോ ആണ്. റോ ഈസ് ഈക്വൽ ടു എന്താണെന്നറിയാമോ? റോ ഈസ് ഈക്വൽ ടു ചാർജ് പെർ യൂണിറ്റ് വോളിയമാണ്. അവിടെ നിന്ന് ക്യൂ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? റോ ഇൻറ്റു വി എന്ന്. അത്രയേ ഉള്ളൂ കാര്യം. എഴുതിയെങ്കിൽ പറയണം, നമുക്ക് ആ ഡെറിവേഷനിലേക്ക് കയറാം.
ഓക്കെ, ഇത് എഴുതിയായിരുന്നോ? ഇത്ര എഴുതിയായിരുന്നോ കുഞ്ഞുങ്ങളെ? യെസ് സർ. എഴുതി സർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് കയറാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളൂ. ആപ്ലിക്കേഷൻ ഓഫ് ഗോസസ് തിയറം. ആപ്ലിക്കേഷൻ ഓഫ് ഗോസസ് തിയറം. ആപ്ലിക്കേഷൻ ഓഫ് ഗോസസ് തിയറം. ആപ്ലിക്കേഷൻ ഓഫ് ഗോസസ് തിയറത്തിനകത്ത് ഒന്നാമത്തേത്, നമുക്കൊരു ഇൻഫൈനൈറ്റ്ലി ലോങ് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഗോസസ് തിയറത്തിൻ്റെ ആദ്യത്തെ ആപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻഡ് ഇൻഫൈനൈറ്റ്ലി ലോങ് straight conductor. അപ്പം നമുക്ക് അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ വരയ്ക്കുന്നത് ഇൻഫൈനൈറ്റ്ലി ലോങ് ആയതുകൊണ്ട് അറ്റത്തേക്കൊരു ഡോട്ട്. നമുക്കൊരിക്കലും ഇൻഫൈനൈറ്റ്ലി ലോങ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് കണ്ടക്ടറിൻ്റെ എഫക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ചാർജ് ഒരു എൽ ലെങ്ത് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ആ എൽ ലെങ്തിലുള്ള ചാർജ് മൂലം ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിലെല്ലാം ചാർജ് ആണെന്നുള്ള കാര്യം, ഇതിലെല്ലാം പ്ലസ് ക്യൂ ചാർജ് ആണെന്നുള്ള കാര്യം ആദ്യം ആലോചിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പം ഇതെല്ലാം ചാർജ് ആണെങ്കിൽ ഇതിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടോ? ഇതിന് ചുറ്റിനും ഇങ്ങനെ എല്ലാ ഡയറക്ഷനിലോട്ടും വേണ്ടി ഇങ്ങനെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലായിരിക്കും പോകുന്നത്, ശരിയല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് ഗോസസ് തിയറം വെച്ചിട്ട് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനു ചുറ്റിനും ഒരു ഇമാജിനറി ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്യണം. അപ്പോൾ അത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സിലിണ്ടറിക്കൽ സർഫസ് ആണ്. കാരണം ഇത് ഈ ഡയറക്ഷനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ് പോകുന്നത്, ശരിയല്ലേ? അതേപോലെ ഏതെടുത്തെന്ന് പറഞ്ഞാലും ആ ഡയറക്ഷനിൽ തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. പിന്നെ മുകളിലോട്ടും പോകും, ഇങ്ങോട്ടും പോകുന്നുണ്ട്, ഇങ്ങനെയും പോകുന്നുണ്ട്. അപ്പം ശരിക്കും നമുക്ക് ആ സിലിണ്ടറിക്കൽ സർഫസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യം അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ഞാനിങ്ങനെ ഇൻഫൈനൈറ്റ് ലോങ് ആയിട്ട് ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ പടം വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാമെന്നറിയാം? നമ്മളൊരു ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഗോഷ്യൻ സർഫസ് സിലിണ്ടറിക്കലാണ്. ഇതിനെ സെൻട്രലാക്കിയിട്ട് നമ്മളൊരു സിലിണ്ടർ വരച്ചാൽ മതി. ഒരു സിലിണ്ടർ വരച്ചാൽ മതി. ഇതാണ് സിലിണ്ടർ. സിലിണ്ടറിന് എത്ര സർഫസ് ഉണ്ട് ഏബിലെ? ഒന്ന് പറഞ്ഞേ. 3. അതായത് ഒന്ന് വേണ്ട ഈ കേർവ്ഡ് സർഫസ് അല്ലേ, 2 ഈ ടോപ്പ് സർഫസ്, 3 ഈ ബോട്ടം സർഫസ് ആണല്ലോ. ഈ 3 സർഫസിൽ കൂടെയും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പം ഈ 3 സർഫസിൽ കൂടെ പോകുന്ന ഇലക്ട്രിക് ഫ്ലക്സിൻ്റെയും ടോട്ടൽ കണ്ടുപിടിച്ചിട്ട് ഓവറോൾ ടോട്ടൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം നമുക്ക് എവിടത്തെ ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ഇതിന് ചുറ്റിനുമുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത് ആണല്ലോ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? കൺസിഡർ. ഈ കൺസിഡർ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ, പരീക്ഷയ്ക്ക് ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഡെറിവേഷൻ മാത്രം എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ നമ്മൾ അതായത് ഇങ്ങനെ എത്രയും ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കി തരാം. നോക്കിയോ, കൺസിഡർ and infinitely long straight conductor എന്നെടുക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലെറ്റ് ക്യൂ ബി ദ ചാർജ്. ഇതൊന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ക്യൂ ബി ദ ചാർജ് on the conductor which is uniformly distributed, distributed. ഇനി നമ്മളൊരു r ഡിസ്റ്റൻസ് ദൂരെ P എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യാണ്. അതായത് ഇവിടുന്ന് r ഡിസ്റ്റൻസ് ദൂരെ P എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യാണ്. ഈ കണ്ടക്ടറിൻ്റെ ലെങ്ത് എന്തായിട്ടാണ് ഞാൻ എടുത്തത്? കണ്ടക്ടറിൻ്റെ ലെങ്ത് എല്ലായിട്ടാണ് എടുത്തത്. അപ്പോൾ നമ്മൾ 2 കാര്യം കൺസിഡർ ചെയ്യണം. അതായത് ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ ഓഫ് ലെങ്ത് എല്ലെന്നും കൂടെ കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ എല്ലെന്ന് ബ്രാക്കറ്റിൽ കൊടുത്താലും മതി. എങ്ങനെയും നിങ്ങൾക്ക് ചെയ്യുന്ന പോലെ ചെയ്യാം. അപ്പം നമ്മൾ ഇനി ചെയ്യേണ്ടത് കൺസിഡർ
എ പോയിന്റ് പി at a distance r from, ഇതാണ് പോയിന്റ് പി, r from the conductor whose electric field is to be measured. Electric field is to be measured. ഓക്കെ, ഇനിയും നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? കൺസിഡർ എ സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫസ്. കൺസിഡർ എ സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫസ്. ഗോഷ്യൻ surface including the point P, including the point P, the point P. Okay, ഇനി let ds1 be the small area on the curved surface of cylindrical of surface. അപ്പോൾ അങ്ങനെയാണെങ്കിൽ therefore വേണ്ട, സർഫസ് കോമ ഇട്ടിട്ട് d∅1b its flux, എന്നിട്ട് ദാറ്റ് ഈസ് എന്ന് എഴുതിയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, d∅1 ഈസ് ഈക്വൽ ടു എന്താണെന്ന് എഴുതാം, ds1 cos തീറ്റ എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ നമുക്ക് തീറ്റ നോക്കാം. ഇവിടെയാണ് ഞാനൊരു ചെറിയ ds1 എന്ന് പറയുന്ന സർഫസ് ഈ സിലിണ്ടറിക്കൽ ഇതിൻ്റെ സർഫസിലാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതിൻ്റെ ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഡിഎസിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്. ഇതിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ തീറ്റ എന്താ, 0 ആണ്. അപ്പോൾ അതിവിടെ കൊടുക്കുന്നു. ഇവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും ഇങ്ങോട്ട്, ഡിഎസിൻ്റെ ഡയറക്ഷനും ഇങ്ങോട്ട്. തീറ്റ 0, cos 0 എന്താണ്, cos 0 1 ആണ്. അങ്ങനെയാണെങ്കിൽ d∅1 ഈസിക്കൽ എന്താ, E.ds1 വരുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ ചെറിയ സർഫസിലേ കിട്ടിയിട്ടുള്ളൂ. എനിക്ക് ടു ഫൈൻഡ് ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ ടു ഫൈൻഡ് ടോട്ടൽ സർഫസ് അല്ല ടോട്ടൽ ഫ്ലക്സ് ഓൺ കേർവ്ഡ് സർഫസ് എന്ത് വരും? നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ്. വി ഹാവ് ടു ഇൻ്റഗ്രേറ്റ് the above equation. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വേണ്ട ഇങ്ങനെ ചെയ്യാം. അതായത് ഇൻ്റഗ്രൽ d∅1 ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ds1 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ d∅1ൻ്റെ ടോട്ടൽ എടുക്കുമ്പോൾ 5 കിട്ടുന്നു, ഈസ് ഈക്വൽ ടു ഈ പുറത്തിറക്കി ഇൻ്റഗ്രൽ ds1 എന്ന് കിട്ടുന്നു. നമുക്കറിയാം ഇൻ്റഗ്രൽ ds1 എന്ന് പറയുമ്പം ആ കേർവ്ഡ് സർഫസിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ്. നമുക്കറിയാം കേർവ്ഡ് സർഫസിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ എന്താ, 2. അതായത് ഇൻ്റഗ്രൽ ds1 എന്ന് പറയുമ്പം കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ ആണ്. അത് എത്രയായിരിക്കും? അത് 2πr, അവിടുത്തെ ഹൈറ്റ് എല്ലാം ആയതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 2πrl. അതായിരിക്കും 5ൻ്റെ ആൻസർ. ഓക്കെ, അതേപോലെ തന്നെ സിമിലർലി ഇവിടെ ഞാൻ ds2 എന്ന് പറയുന്ന സർഫസ് എടുക്കുന്നു. നിങ്ങൾ നോക്കിയേ, ഇവിടെ ds2 എന്ന് പറയുന്ന സർഫസ് എടുക്കുന്നു. ഇവിടുത്തെ ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്, ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ മുകളിലോട്ടാണ്. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് 90 ആണ്, cos 90 എന്ന് പറയുമ്പോൾ 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫ്ലക്സ് ഇല്ല. സിമിലർലി അതേപോലെ തന്നെ ഇവിടെയും ഇത് ds3 എന്ന് കൺസിഡർ ചെയ്യുന്നു. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, അതേപോലെ തന്നെ ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്. ഇതും തീറ്റ 90 ഡിഗ്രിയാണ്. cos 90 എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരും? 0 വരും. അപ്പോൾ അവിടെയും ഫ്ലക്സ് ഇല്ല. അത് എഴുതി കാണിക്കണം. പക്ഷേ അപ്പോൾ എന്ത് എഴുതണം? അപ്പോൾ സിമിലർലി ds2 and ds3 are small areas at top and bottom
സർഫസ് സ്മോൾ ഏരിയാസ് ടോപ്പ് ആൻഡ് ബോട്ടം സർഫസ്. d51, d52 and d53. d53b is flux. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ, അതായത് നമുക്കറിയാം d52 ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ds2 കോസ് തീറ്റ എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ തീറ്റ 90 ഡിഗ്രി ആണ്, കോസ് 90 0 ആണ്. അങ്ങനെയാണെങ്കിൽ d52 എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. 52 എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അതേപോലെ തന്നെ d53 ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ds3 കോസ് തീറ്റയാണ്. ഇവിടെയും തീറ്റ 90 ഡിഗ്രി ആണ്, കോസ് 90 എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും നമുക്ക് എന്തെടുക്കാം? d53 എന്ന് പറയുന്നത് 0 എടുക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 53 എന്ന് പറഞ്ഞാൽ എന്താവും? 0. ഇത്രയും മനസ്സിലായോ? ഒന്ന് പറയണം, കൃത്യമായിട്ട് മനസ്സിലായോ ഇല്ലയോ എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിതിൻ്റെ ടോട്ടൽ എടുക്കാം. ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുമ്പോൾ എത്ര വരും? ഫൈ ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ φ1ൻ്റെയും φ2ൻ്റെയും φ3ൻ്റെയും സമ്മാണ്. φ1 നമുക്കറിയാം എന്താണ്? φ1ൻ്റെ ആൻസർ നമുക്ക് ഇ ഇൻറ്റു 2πr അല്ലേ? ഇ ഇൻറ്റു 2πrl ആണ്. പ്ലസ് ഇതും 0 ആണ്, ഇതും 0 ആണ്. അപ്പോൾ ഫൈ ടോട്ടൽ ഈസിക്കൽ നമുക്ക് എന്ത് കിട്ടുന്നു? ഇ ഇൻറ്റു 2πrl കിട്ടുന്നു. ഓക്കെ. ഓൾസോ നമ്മുടെ ഗോസ് ലോ എന്താ പറയുന്നത്? അക്കോർഡിംഗ് ടു ഗോസ് ലോ, അക്കോർഡിംഗ് ടു ഗോസസ് തിയറം ഫൈ ടോട്ടൽ എന്താണെന്ന് അവർ പറയുന്നത്? ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കണേ. ഫൈ ടോട്ടൽ ഈസിക്കൽ ടു 1/ε0 ഇൻറ്റു ക്യൂ ആണെന്നാണ് പറഞ്ഞത്. ഇത് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടും ഫൈ ടോട്ടൽ ആയതുകൊണ്ട് ഓൺ ഇക്വേറ്റിംഗ് ഇക്വേഷൻ 1 and 2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇ ഇൻറ്റു 2πrl ഈസിക്വൽ ടു q/ε0 എന്ന് കിട്ടും. നമുക്ക് ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഇലക്ട്രിക് ഫീൽഡ് ഈസിക്വൽ ടു ഇവരെ കംപ്ലീറ്റ് ആയിട്ട് ഡിനോമിനേറ്ററിൽ കൊണ്ടുവന്നാൽ q/2πrl/ε0 എന്ന് വരും. നമുക്കറിയാം ക്യൂവിനെ നമുക്ക് ലീനിയർ ചാർജ് ഡെൻസിറ്റിയുടെ ടേമിലോട്ട് മാറ്റുവാണെങ്കിൽ q ഈസിക്വൽ ടു ലാംഡ ഇൻറ്റു എൽ ആണ് അല്ലേ? അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ ഇ ഈസിക്വൽ ടു ലാംഡ എൽ ഡിവൈഡഡ് ബൈ 2πrl/ε0 എന്ന് വരും. എൽ കട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈനൽ ഇക്വേഷൻ ലാംഡ ബൈ 2πε0 എന്ന് വരും. ഫൈനലി എഴുതാം. അതായത് ഇ ഈസിക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ 2πε0 r. This is the final equation for electric field due to infinitely long straight conductor. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഇപ്പോൾ ചോദിക്കാം. ഇത് ഏറ്റവും ചെറുതാക്കി തരാൻ കേട്ടോ. ഇത് നിങ്ങൾക്ക് ഓൾറെഡി ഞാനിങ്ങനെ റിവിഷൻ സമയത്ത് ഇതിൻ്റെ ചെറിയൊരു വേർഷൻ ആയിരിക്കും ഞാൻ തരുന്നതാണ് കേട്ടോ. നമുക്കൊരു എല്ലാം കൂടെ ഒരു 5 സ്റ്റെപ്പിൽ അല്ലെങ്കിൽ ഒരു 10 സ്റ്റെപ്പിൽ തീർക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ ക്യാപ്സ്യൂൾ ആയിരിക്കും തരുന്നത്. അത് മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഞാനിത് ഫസ്റ്റ് ആദ്യമായിട്ട് പഠിപ്പിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതിപ്പിച്ചത്. ക്ലിയർ ആണോ? ഇത് ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഏബൽ, ഏഞ്ചലീന, ലോവിസ്, അതേപോലെ തന്നെ നമ്മുടെ അഭിരാമേ സാർ. ഓക്കെ ആണോ? സാർ ഇതിപ്പോ നമ്മള് 3 ആ ഫ്ലക്സ് അല്ലേ കൺസിഡർ ചെയ്തോളൂ? 3 ഫ്ലക്സ്, 3 സർഫസിന്റെ ടോട്ടൽ എടുത്തു. ഇതിപ്പോ ഇൻഫിനൈറ്റ് ലോങ് ഒരു സിലിണ്ടറിക്കൽ സർഫസ് ആയിട്ടല്ലേ കൺസിഡർ ചെയ്തത്. അപ്പം 3 എടുത്താൽ അതിന്റെ അക്യുറേറ്റ് ഇക്വേഷൻ കിട്ടും. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഒരു ഉദാഹരണം പറയാം. അതായത് ഇവിടെ നമ്മുടെ അഭിരാം നിൽക്കുക. ഇവിടെ ഈ ഇൻഫൈനൈറ്റ്ലി ലോങ് ആയിട്ടുള്ളൊരു കണ്ടക്ടറാണ്. അതായത് ഇതിൻ്റെ ഇങ്ങേയറ്റം പാതാളത്തിലും ഇങ്ങേയറ്റം ആകാശത്തുമാണ്. ഇതിൻ്റെ എഫക്റ്റ് ഇവിടെ നിൽക്കുന്ന അഭിരാമിൻ്റെ അടുത്തുള്ള എഫക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലാതെ ഇവിടെ ആകാശത്തുള്ള കണ്ടക്ടറുള്ള ചാർജിൻ്റെ എഫക്റ്റ് അഭിരാമിനേക്കോ? ഇല്ല. പാതാളത്തിലുള്ള ചാർജിന്റെ എഫക്റ്റ് അഭിരാമിനേക്കോ? ഇല്ല. അപ്പൊ ഇത്രയും ഭാഗത്തുള്ളത് മാത്രമാണ് കൂടുതൽ എഫക്റ്റ് അഭിരാമിന് ഉണ്ടാക്കുന്നത്.
അതുകൊണ്ടാണ് നമ്മൾ അത്രയും ഭാഗത്തുള്ള ചാർജ് ഡെൻസിറ്റി, അതിനാണ് ഇതിനു മുമ്പേ ആ ചാർജ് ഡെൻസിറ്റി, ലീനിയർ ചാർജ് ഡെൻസിറ്റി, സർഫസ് ചാർജ് ഡെൻസിറ്റി, വോളിയം ചാർജ് ഡെൻസിറ്റി എന്ന് പഠിപ്പിച്ചത്. ഫൈനൽ ഇക്വേഷനകത്ത് നമ്മൾ കൊടുത്തല്ലോ, കണ്ടോ, ലാംഡ. അപ്പോൾ ലാംഡ എന്ന് പറയുമ്പോൾ ലീനിയർ ചാർജ് ഡെൻസിറ്റി, അത്ര ഏരിയയിലുള്ള എഫക്റ്റിനെ പറ്റി മാത്രമേ അത് പറയുന്നുള്ളൂ. അത്ര ഏരിയ അല്ല, അത്ര ലെങ്തിൽ. ഓക്കെ, മനസ്സിലായോ അഭിരാമേ? മനസ്സിലായി. ഓക്കെ, അല്ലാതെ നമുക്കിപ്പം ആകെ ഫിസിക്സ് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ വർഷം അഭിരാം നമ്മുടെ അടുത്ത് പഠിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി കഴിഞ്ഞ വർഷമൊക്കെ പിള്ളേരോട് പറഞ്ഞാണ്, സയൻസ് എന്ന് പറയുന്നത് ഫിസിക്സും അല്ലെ കെമിസ്ട്രിയും അല്ലെ ഈവൻ മാത്സ് പോലും അസംഷൻ്റെ മണ്ടയ്ക്ക് ബിൽഡ് ചെയ്തിരിക്കുന്ന സാധനം. അസ്യൂം ദാറ്റ് ദിസ് ഈസ് ലൈക്ക് ദിസ്, ദെൻ ദിസ് വിൽ ബി ലൈക്ക് ദാറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഒരു സാധനം ഇതുപോലെ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കാം. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പണ്ട് പഠിച്ച എന്താണ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി അല്ലല്ലോ നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഇപ്പോൾ കെമിസ്ട്രിയിൽ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ക്വാണ്ടം മെക്കാനിക്കൽ മോഡലാണ്. എന്നാൽ അതും ഒരു 10 വർഷം കഴിയുമ്പോൾ മാറാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ മാറ്റങ്ങളും ഓരോ കാര്യങ്ങൾ പുതിയ 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 സാധനങ്ങൾ കെമിസ്ട്രിക്കകത്ത് വരുന്നുണ്ട്. ഫിസിക്സിനകത്തും പല മാറ്റങ്ങളും വരുന്നുണ്ട്. മനസ്സിലായി? അപ്പോൾ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്, നമ്മൾ പറയുന്നത്. അപ്പോൾ എല്ലാ അസംഷൻ്റെ മണ്ടയ്ക്ക് ബിൽഡ് ചെയ്യുന്ന സാധനമാണ്. നിങ്ങൾ മാത്സിൽ ഇനി പഠിക്കും, ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ആദ്യം എഴുതുന്നത് അസ്യൂം ദാറ്റ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതുന്നത്. അത് അങ്ങനെ അസ്യൂം ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം സയൻസ് എന്ന് പറയുന്നത് ഒരു ഫാക്റ്റ് ആണെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. സെറ്റാണോ? 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 ഹലോ 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 കുഞ്ഞുങ്ങളെ. ഓക്കെ, ഇനി ഇത് ഏറ്റവും ചെറുതായിട്ട് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് അറിയാമോ? ഒരു പടം അങ്ങോട്ട് വെക്കുക വരയ്ക്കുക. അതായത് ഇത് നമ്മുടെ ആ ഫൈനൽ റിവിഷൻ്റെ സമയത്തുള്ള സാധനമാണ്. ഒരു പടം വരയ്ക്കുക, ഒന്നും എഴുതാൻ പോകണ്ട, ഇങ്ങനെ ഒരു പടം വരയ്ക്കുക. വേണ്ട കൺസിഡർ എ ഗോഷ്യൻ സർവേ നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ എഴുതുക. വളരെ ചെറുതായിട്ട്, വളരെ ലളിതമായിട്ട് എഴുതുക. എന്നിട്ട് നമുക്ക് എഴുതാം d(φ1) അല്ലെങ്കിൽ ബി ദ ഫ്ലക്സ് ത്രൂ ds1. അപ്പോൾ നമ്മളിവിടെ ds1 ഓൾറെഡി വരച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാണിക്കുക, dsൻ്റെയും ഡയറക്ഷൻ കാണിക്കുക, എന്നിട്ട് θ0 കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇത്ര എഴുതിയാൽ മതി. അപ്പം ദാറ്റ് ഈസ് d(φ1) ഈസിക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം, ഈ ds1 cos θ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എന്താ ഈ ഡി cos θ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ θ0 ആണ്, cos 0 എന്ന് പറയുന്നത് 1 ആണ്. ഓൾറെഡി അവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ d(φ1) ഈസിക്വൽ ടു എന്തെന്ന് കിട്ടും, E.ds എന്ന് കിട്ടും. അവിടെ കഴിയും. ഇനി ടോട്ടൽ കണ്ടുപിടിക്കാം. ടു ഫൈൻഡ് ടോട്ടൽ ഫ്ലക്സ് എന്ന് എഴുതിയിട്ട് ഇങ്ങനെ കിട്ടാൽ മതി. ഇൻ്റഗ്രൽ d(φ1) ഈസിക്വൽ ടു ഇൻ്റഗ്രൽ E.ds1. ഓക്കെ, അപ്പം ഇത് φ1 കിട്ടും. φ1 ഈസിക്വൽ എത്രയാണ്, ഈ ഇൻ്റഗ്രൽ ds1 എന്ന് വരും. അപ്പോൾ φ1 ഈസിക്വൽ എന്താണ്, E × 2πrl. കഴിഞ്ഞു പരിപാടി. അടുത്ത സർഫസ് എടുക്കുന്നു. എന്താണ് d(φ2) be the flux through ds2. that is നമുക്ക് എങ്ങനെ എഴുതാം, d(φ2) ഈസിക്വൽ ടു E.ds2 cos θ. അപ്പോൾ അത് ഈ പടത്തിനകത്ത് മാർക്ക് ചെയ്തിരിക്കണം. ഇവിടെയാണ് ds2 വരുന്നത്, മുകളിലോട്ടാണ് ഏരിയ വെക്ടർ, ഇങ്ങോട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് വരുന്നത്. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി എന്നുള്ള കാര്യം മാർക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ കൊടുക്കുക. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്, കോസ് 90 എന്ന് പറയുന്നത് 0 ആണെന്നുള്ള കാര്യം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി d(φ2) ഈസിക്വൽ ടു 0 എന്നും അവിടുന്ന് φ2 ഈസിക്വൽ ടു 0 എന്നും എഴുതാം. അടുത്തത് മൂന്നാമത്തെ എന്ത് എഴുതാം, d(φ3) be the flux through എന്താ ds3. ദാറ്റ് ഈസ് എന്ന് എഴുതിയിട്ട് d(φ3) ഈസിക്വൽ ടു EDS3 cos θ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ തീറ്റ ഈസിക്വൽ ടു 90, കോസ് 90 ഈസിക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ d(φ3) ഈസിക്വൽ ടു EDS അല്ല വേണ്ട, അപ്പം ഡയറക്റ്റ് ആയിട്ട് അത് 0 ആയി പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് d(φ3) ഈസിക്വൽ എന്ന് എഴുതാം, 0 എന്ന് എഴുതാം. φ3 ഈസിക്വൽ എന്ന് എഴുതാം, 0 എന്ന് എഴുതാം. അപ്പോൾ ഇനിയും എന്ത് ചെയ്യുക, ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി φ ടോട്ടൽ ഈസിക്വൽ എന്ത് ചെയ്താൽ മതി, φ1 + φ2. ബാക്കിയുള്ള എല്ലാം പഴയ പോലെ തന്നെ φ3. അപ്പം നമുക്ക് E × 2πrl + 0 + 0 എന്ന് കിട്ടും. അത് E × 2πrl എന്ന് എഴുതി. ഓൾസോ എന്താ ഗോസസ് തിയറം വെച്ച് φ ടോട്ടൽ ഈസിക്വൽ എന്താ Q/ε ആണെന്നറിയാം. അപ്പോൾ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, E 2πrl ഈസിക്വൽ ടു Q/ε0. അപ്പം E 2πrl ഈസിക്വൽ ടു Qന് നമുക്ക് എന്താണ് λL/ε0 എന്ന് കൊടുക്കാം. LL ഇവിടെ വെച്ച് തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ E ഈസിക്വൽ എന്ന് വരും λ/2π
എപ്സിലോൺ 0 ഇൻറ്റു ആർ. കണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഇത്ര എത്തി തീർത്തു. കണ്ടോ? ഒറ്റ എഴുതി തീർത്തു. ഇത്ര എഴുതിയാൽ മതി ഡെറിവേഷൻ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്നതുകൊണ്ടാണ് ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതി പഠിപ്പിച്ചു തന്നത്. പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ നിങ്ങൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതുമൊന്നും വേണ്ട. ഫിസിക്സ് എപ്പോഴും ഡെറിവേഷൻസ് എപ്പോഴും ലളിതമാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ, ഇംഗ്ലീഷിൻ്റെ എസ്സേ അല്ലല്ലോ എഴുതുന്നത്, ഫിസിക്സ് അല്ലേ. അപ്പോൾ അതിനകത്ത് വലിയ ഈ ഗ്രാമറിനും അതൊന്നും നോക്കാൻ പോകണ്ട. ജസ്റ്റ് എന്താണ് അവർ കൺസിഡർ ചെയ്തിരിക്കുന്നതെന്ന് മാത്രം എഴുതിയിട്ട് നമുക്കവിടെ ഇക്വേഷൻസിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ അത് പോയിട്ട് കൺസിഡർ എന്നൊക്കെ പറഞ്ഞ് കാണാതെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അതിനെ സമയം കാണത്തുള്ളൂ. അപ്പോൾ ഇത്ര എഴുതിയാൽ മതി. ഇത്ര എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയും മാർക്കാം. ഇത്രേ ഉള്ളൂ കാര്യം, വേറെ ഒരു കാര്യമില്ല. ഐഡിയ മനസ്സിലായോ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ?